നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ വൈജയുടെ ഭർത്താവാണ് ബാലേന്ദ്രൻ എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ സ്റ്റാലിൻ ഒന്ന് ഞെട്ടിപ്പകച്ചുപോയി. ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഏതോ ഒരു പമ്പര വിട്ടി അവളെ കല്യാണം കഴിച്ച് കാണുമെന്നൊക്കെ സ്റ്റാലിൻ വലിയ വീരവാദം മുഴക്കി. പക്ഷെ ആ പമ്പര വിഡിയാണ് തന്റെ മുന്നിൽ നിൽക്കുന്നതെന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോ അയാൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അയാൾ ഒന്ന് പതറിപ്പോയി. ഏതൊരു പട്ടാളക്കാരനാണെങ്കിലും ഒന്ന് പതറൂലോ എന്ന് പറഞ്ഞാലും ഒന്ന് പതറിപ്പോയി. അങ്ങനെ അയാൾ ആകെ അസ്വസ്ഥനായിട്ട് പെട്ടെന്ന് അവിടെ ഇരുന്ന് മദ്യമൊക്കെ എടുത്ത് കുടിക്കുവാണ്. ഈ സമയത്ത് ബാലേന്ദ്രനും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം ബാലേന്ദ്രൻ അതൊക്കെ പറയുമ്പോൾ ആ പമ്പര വിട്ട് ഞാനാണ് അവളെ കല്യാണം കഴിച്ചതെന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രന് നെഞ്ചു പെടയുന്നുണ്ടായിരുന്നു, കണ്ട വിടറുന്നുണ്ടായിരുന്നു. സംസാരിക്കണ സമയത്ത് ബാലേന്ദ്രൻ അത്ര മാത്രം വേദനിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് സ്റ്റാലിൻ എഴുന്നേറ്റ് വന്ന് ബാലേന്ദ്രൻ അടിച്ചു, നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേ? എന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി വന്നാണോ? ബാലേന്ദ്രൻ പറഞ്ഞു, പ്രതികാരമോ? നിങ്ങളോടോ? ഇനി നിങ്ങളോട് ഞാൻ പ്രതികാരം ചെയ്തിട്ട് എന്താവാനാ? 10-23 വർഷക്കാലം മുമ്പ് അവളുടെ കഴുത്ത് ഞാൻ താലിയാർത്തി. അവളും അവളുടെ കുടുംബക്കാരും അതിവിദഗ്ധമായിട്ട് എന്നെ വഞ്ചിച്ചു. എനിക്കിതിനെ കുറിച്ചൊന്നും അറിയുണ്ടായിരുന്നില്ല. അറിയുമായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇതിന് സമ്മതിക്കില്ലായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ സ്റ്റാലിൻ പറഞ്ഞു, അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് അതിനകത്ത് യാതൊരു പങ്കുമില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അമ്മ മരിച്ചപ്പോൾ ഞാൻ വന്നതാ. പക്ഷെ പിന്നീട് അവളെ അന്വേഷിച്ച് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് അവളെ കാണാനായിട്ട് പറ്റിയില്ല. അവളുടെ വീട്ടുകാർ അവളെ അവിടെ നിന്ന് മാറ്റുക ചെയ്തേ. എന്ത് ചെയ്യണമെന്ന് പോലും എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ പറഞ്ഞു, നിങ്ങൾക്ക് ആ കഥകളൊക്കെയല്ലേ അറിയത്തുള്ളൂ. സ്റ്റാലിൻ പറഞ്ഞു, ഞാൻ പിന്നെ എന്ത് ചെയ്യണം? എനിക്ക് മനസ്സിലായി അവളുടെ കല്യാണം കഴിഞ്ഞ് കാണുന്നു. പിന്നെ എനിക്ക് വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ അവിടെ സ്ഥലം മാറി വേറെ സ്ഥലത്തേക്ക് വന്നു. അതിനുശേഷം എൻ്റെ കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞു. അല്ല, നിങ്ങളിപ്പോൾ ഈ വന്നതിൻ്റെ അർത്ഥം എന്താന്ന് ചോദിച്ചു. നിങ്ങൾക്ക് അവിടം വരെയുള്ള കഥകളല്ലേ അറിയുള്ളൂ, അതിനുശേഷമുള്ള കഥകൾ എന്താണെന്ന് അറിയില്ലല്ലോ. ഈ 10-23 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇവിടേക്ക് അന്വേഷിച്ച് വരണമെങ്കിൽ അത് വെറുതെ ആയിരിക്കില്ലെന്ന് നിങ്ങൾക്ക് അറിയാലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം സ്റ്റാലിൻ ചോദിച്ചു, എന്താ നിങ്ങളെന്താ പകരം ചോദിക്കാൻ വേണ്ടി വന്നാണോ എന്ന് ചോദിച്ചു. പകരം ചോദിക്കാനായിട്ട് ഞാൻ ആരാ നിങ്ങളോട്? അതിനൊന്നും വേണ്ടി വന്നതല്ല. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ അന്ന് അവിടെ കഴിഞ്ഞതിൻ്റെ പകരമായിട്ട് നിങ്ങൾ അറിയത്തില്ലാത്ത, അതായത് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയത്തില്ലാത്ത ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് ഇനിയിപ്പോൾ സ്റ്റാലിൻ ചോദിച്ചു, കാര്യം? എന്ത് കാര്യം? മുമ്പ് നിങ്ങളോട് ഞാനൊരു പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞില്ലേ, നായ്ക്കളെ ഒത്തിരി അധികം സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ച്. അപ്പം നിങ്ങൾ പറയുകയും ചെയ്തു അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വാ, എനിക്ക് അവളെ ഒന്ന് കാണണമെന്ന്. എനിക്കിനി പറയാനുള്ള ആ പെൺകുട്ടിയെക്കുറിച്ചാ, ആ പെൺകുട്ടിയുടെ കഥയെക്കുറിച്ചാന്ന് പറഞ്ഞു. അതിന് നിങ്ങൾ ഏതെങ്കിലും പെൺകുട്ടിയുടെ കഥയൊക്കെ എന്നോട് പറയേണ്ട കാര്യം എന്താ? അതൊക്കെ എന്നോട് ഇവിടെ വന്ന് പറയണ്ടെന്നൊക്കെ സ്റ്റാലിൻ പറഞ്ഞു. നിങ്ങൾ കേൾക്കണം, നിങ്ങൾ ഈ കഥ കേട്ടേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങളാണ് അത് കേൾക്കാനായിട്ട് ഏറ്റവും യോഗ്യം എന്ന് പറഞ്ഞു. അങ്ങനെ അലീനയുടെ കഥ അങ്ങോട്ട് പറഞ്ഞു. അവളിപ്പം എൻ്റെ വീട്ടിലെ ജോലിക്കാരിയാ. പക്ഷെ അവൾക്കറിയാം അവളുടെ അച്ഛനാരാ അമ്മയാരാന്നുള്ള കാര്യങ്ങൾ. അമ്മയെ അവൾ കണ്ടിട്ടുണ്ട്, പക്ഷേങ്കിൽ അച്ഛനെ അവൾ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. അച്ഛൻ്റെ പേരും കാര്യങ്ങളും അറിയാന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സ്റ്റാലിൻ പറഞ്ഞു, അതിന് എന്നോട് ഒന്ന് പറയേണ്ട കാര്യമില്ല. അവളുടെ അമ്മയും അച്ഛനും അവൾക്കറിയാമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു. അത് കേട്ടപ്പം ബാലേന്ദ്രൻ പറഞ്ഞു, അവിടേക്ക് തന്നെ ഞാൻ വന്നത്. അവളുടെ അച്ഛൻ്റെ പേരാണ് സ്റ്റാൻലി ജോസഫ് എന്ന് പറഞ്ഞു. ഒരു നിമിഷം സ്റ്റാൻലി ചാടി എഴുന്നേറ്റു. നിങ്ങൾ എന്തു വർത്താനാ പറയണമെന്ന് ചോദിച്ചിട്ട് ബാലേന്ദ്രന്റെ കോളറിനോട് കയറി കുത്തിപ്പിടിച്ചു. ബാലേന്ദ്രൻ ആ കൈയൊക്കെ അങ്ങോട്ട് തട്ടിമാറ്റി. എന്നിട്ട് പറഞ്ഞു, അതെ പറഞ്ഞു കഴിഞ്ഞില്ല, മുഴുവനും പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രതികരിച്ചാൽ മതി എന്ന് പറഞ്ഞു. നിങ്ങളന്ന് അവിടെ വാടക എടുത്ത് താമസിച്ചില്ലേ? ഭാര്യ ഭർത്താക്കന്മാരെ പോലെ താമസിച്ചില്ലേ? അന്ന് ആ വൈജയുടെ വയറ്റിൽ കുരുത്താണ് അലീന. പക്ഷെ നിങ്ങളത് അറിയാതെ പോയി അറിഞ്ഞൊന്നും എനിക്കറിയില്ല. പക്ഷേങ്കിൽ അവൾ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പറയുന്ന വൈജയ്ക്ക് പോലും അറിയുന്നുണ്ടായിരുന്നില്ല അവളുടെ കുഞ്ഞിപ്പോഴും ജീവനോടെ ഇരിപ്പണെന്നുള്ള കാര്യം. അവൾക്കറിയില്ല അവളുടെ കൺമുന്നിലുള്ള അവളുടെ മകളാന്നുള്ള കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ സ്റ്റാലിൻ പറഞ്ഞു, വെറുതെ നിങ്ങളെ കള്ളത്തരം പറയരുത്. ഞാനെന്തിനു കള്ളത്തരം പറയണം? എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. 10-23 വർഷങ്ങൾക്ക് ശേഷം ആ സത്യം എൻ്റെ മുന്നിൽ വെളിപ്പെട്ടു വന്നു. എങ്ങനെയാണെന്നറിയാവോ? എല്ലാത്തിനും ഒരു കാരണമുണ്ട് സ്റ്റാലിൻ എന്ന് പറഞ്ഞു. കുഞ്ഞിരാമൻ വെറുതെ അല്ല ബ്രിജിത്ത എന്ന് പറയുന്ന ആ സ്ത്രീയെ കാണാൻ പോയത്. അവരുടെ അടുത്ത് നോക്കാൻ ഏൽപ്പിച്ചിരുന്ന ഒരു കുഞ്ഞുണ്ടായിരുന്നു, അതായിരുന്നു അലീന എന്ന് പറഞ്ഞു. ഇപ്പം മനസ്സിലായ നിങ്ങൾക്കെന്ന് പറഞ്ഞുകൊണ്ട് കഥകളൊക്കെ അങ്ങോട്ട് പറയുമ്പോഴത്തേനും സ്റ്റാലിലേക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത്രയും വർഷം എല്ലാവരും കൂടിയിട്ട് എന്നെ അതിവിദഗ്ധമായിട്ട് വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
ബാലേന്ദ്രൻ ഭയങ്കര ക്ഷുഭിതനാവുകയാണ്. നിങ്ങൾ പറഞ്ഞല്ലോ പമ്പര വിട്ടി, ശരിയാടോ, ഞാൻ പമ്പര വിട്ടി തന്നെയാ. ഇപ്പോഴാണ് എനിക്ക് ആ സത്യങ്ങളും മനസ്സിലാവുന്നത്. പിന്നീട് ബാലേന്ദ്രൻ പറഞ്ഞു, അവളുണ്ടല്ലോ അലീന, അവള് അച്ഛാന്നൊരാളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതെന്നെയാണ്. അവൾക്ക് എന്നോട് അത്ര സ്നേഹമാണ്, കരുതലാണ്. അത് തനിക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേങ്കിൽ അവൾ അവളുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഇപ്പൊ ആ വീട് വിട്ടിറങ്ങാൻ തീരുമാനിക്കുന്നത്. എനിക്ക് അവള് തെരുവിലേക്ക് വലിച്ചെറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നേ. അവളുടെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് പറയാനായിട്ട്. അപ്പോഴേക്ക് സ്റ്റാൻലി പറഞ്ഞു, ഇല്ല, അതൊന്നും നടക്കുന്ന കാര്യമല്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് സ്റ്റാൻലി കുറെ ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട്. ബാലേന്ദ്രൻ പറഞ്ഞു, ഏറ്റെടുത്തേ മതിയാവൂ. ഇത്രയും കാലം എല്ലാരും കൂടെ ചേർന്ന് എന്നെ വഞ്ചിച്ചില്ലേ? അപ്പൊ അതിന് നിങ്ങളോടൊക്കെ എനിക്ക് ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേന്ന് ചോദിച്ചു. അത് മാത്രമല്ല, വൈജയ്ക്കുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിവിദഗ്ധമായിട്ട് എല്ലാരും കൂടെ ചേർന്ന് എന്നെ വഞ്ചിക്കുകയോ ചെയ്തേ. ഇവിടെ കോമാളിയായി പോയത് ഞാനാന്ന് പറഞ്ഞു. സ്റ്റാൻലി പറഞ്ഞു, എനിക്ക് ഈ കഥകളൊന്നും അറിയണ്ടായിരുന്നില്ല. എന്നോട് ആരും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ കരുതിയത് വൈജയന്തി വേറെ കല്യാണം കഴിപ്പിച്ചു വിട്ടു. പക്ഷെ അവൾക്ക് സമ്മതമായിരിക്കുന്ന. പക്ഷെ ഇതിനിടയ്ക്ക് ഇങ്ങനൊരു കഥയുള്ള കാര്യമൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാവോ ഇല്ലയോ, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. എന്താണെങ്കിലും സംഭവിച്ച ഇതാണ്. ഞാനിനി ഇവിടുന്ന് തിരിച്ചെന്ന് കഴിയുമ്പോഴത്തേനും അലീന പോകാൻ റെഡിയായിട്ടിരിക്കും. അവളെ വേറൊരു വീട്ടിലേക്ക് വേലയ്ക്ക് വിടാനായിട്ട് ഞാൻ ഒരിക്കലും ഒരുക്കുമല്ല. കാരണം അവളുടെ അച്ഛന് ഒരു പട്ടാളക്കാരനാണ്, അമ്മയാണെങ്കിലോ ബാങ്ക് ജോലിക്കാരിയാണ്. അങ്ങനെയുള്ളിടത്ത് അവൾ എന്തിനാ ഒരു വീട്ടിൽ പോയി ജോലി ചെയ്ത് ജീവിക്കുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല. അവളെ അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവിടാനായിട്ട് എന്റെ തീരുമാനം എന്ന് പറഞ്ഞു. സ്റ്റാലിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. സ്റ്റാലി ആകെപ്പാടെ പതറിപ്പോയി. ബാലേന്ദ്രൻ പറഞ്ഞു, ഇനി എന്താണെങ്കിലും നമ്മൾ തമ്മിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുന്ന അവളെയും കൂടി ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്തായിരിക്കും. നിനക്ക് നോ പറയാൻ പറ്റില്ല സ്റ്റാലി എന്ന് പറഞ്ഞു. സ്റ്റാലി ആണെങ്കിൽ എതിർത്തു. പക്ഷെ ബാലേന്ദ്രൻ സമ്മതിച്ചില്ല. ബാലേന്ദ്രൻ അത്രയ്ക്ക് ദേഷ്യവും സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് സ്റ്റാലിയോട് പറഞ്ഞു, ഇത്രയും നാളും നിങ്ങൾ ചിലപ്പോൾ ആ രഹസ്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. ഈ സമയത്ത് സ്റ്റാലി പറഞ്ഞു, എനിക്ക് അവളെ കാണണം, വൈജയന്തി എനിക്ക് കാണണം എന്ന് പറഞ്ഞു. അത് കാണുകയോ കാണാതിരിക്കുകയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യണം. അവൾ അവിടെ നിന്ന് ഇറങ്ങുന്ന നിമിഷം തന്നെ ഞാൻ ആ കഥകളൊക്കെ പറഞ്ഞിരിക്കും അവളോട്. അവളുടെ അഹങ്കാരത്തിന്റെ പത്തി ഞാൻ ഒടിച്ചിരിക്കും. ഈ ബാലേന്ദ്രന് ഇത്രയും നാളും അവൾ എന്നെ ചതിക്കുമായിരുന്നുള്ള സത്യങ്ങളൊക്കെ അവളോട് തന്നെ ഞാൻ വിളിച്ചു പറയും. എന്റെ മകളായിട്ടാണ് അവളെ ഞാൻ അവളുടെ മുന്നിൽ അവതരിപ്പിച്ചിരുന്നത്. എന്തുകൊണ്ടാണെന്നറിയാവോ? എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആദ്യം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാരെയും കൊല്ലാനാ തോന്നിയത്. ആദ്യം സ്വയം മരിച്ചാലെന്ന് കരുതി, പിന്നെ അവളെ കൊല്ലാന്ന് വിചാരിച്ചു. പക്ഷേങ്കില് ആ സമയത്ത് അലീന അവിടെ ഉണ്ടായിരുന്നോണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടത്. അവളെക്കുറിച്ച് പറയുമ്പോൾ എടോ, അവൾ എൻ്റെ മോളായിരുന്നെങ്കിലെന്ന് പലവട്ടം ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. അതൊന്നും തന്നോട് പറഞ്ഞാലും തനിക്ക് മനസ്സിലാവില്ല എന്നൊക്കെ ബാലേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു. കുറെ സമയം കൂടെ സംസാരിച്ചതിന് ശേഷമാണ് ബാലേന്ദ്രൻ അവിടെ നിന്ന് മടങ്ങുന്നത്. ബാലേന്ദ്രൻ മടങ്ങി കഴിഞ്ഞപ്പോൾ സ്റ്റാൻലി ആകെപ്പാടെ പകച്ചു പോയിട്ടുണ്ടായിരുന്നു. ഗോവർദ്ധന് മനസ്സിലായില്ല ഇത്ര സമയം അകത്ത് പോയാൽ എന്താ സംസാരിക്കുന്നെന്നുള്ള കാര്യങ്ങളൊക്കെ. ഗോവർദ്ധനോടത്ത് എന്തോ സീരിയസ് ആയിട്ട് കാര്യം ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ബാലേന്ദ്രൻ പുറത്തേക്ക് വരും. ബാലേന്ദ്രൻ ആകെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. കാരണം സ്റ്റാൻലിയുടെ ഓരോ വാക്കുകൾ ഒക്കെ ബാലേന്ദ്രന്റെ മനസ്സിൽ ഒരു നെരിപ്പോടായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ഗോവർദ്ധനം ബാലേന്ദ്രൻ പുറത്തേക്ക് വന്നപ്പോൾ ചോദിച്ചു, ബാലേട്ട ആ കേണലിനെ കണ്ടോ, സംസാരിച്ചോന്നൊക്കെ ചോദിച്ചു. സംസാരിച്ചു, നമുക്ക് പോയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഗോവർദ്ധനം കൂട്ടിക്കൊണ്ട് അവര് തിരികെ പോവാണ്. ഈ സമയത്ത് ആകപ്പാടെ വിളറി പിടിച്ച പോലെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ വല്ലാത്തൊരു പ്രതിസന്ധിയോട് കൂടിയിട്ട് സ്റ്റാൻലി ഇരിക്കുക. സ്റ്റാൻലിക്ക് കേട്ടതൊന്നും വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. സ്റ്റാൻലിയുടെ മനസ്സിലേക്ക് പഴയ ഓർമ്മകളൊക്കെ വന്നു. കാരണം വൈജയന്തിയുമായിട്ട് വാടക വീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിഞ്ഞുകൊണ്ടിരുന്ന ആ സമയത്താണ് വൈജയന്തിയുടെ വയറ്റില് അലീന ഉണ്ടായത്. പക്ഷെ ഈ കാര്യങ്ങളൊന്നും അയാൾക്കൊട്ട് അറിയത്തും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ, ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് സ്റ്റാൻലി കൈവടിയില്ലായിരുന്നു. എവിടെയാണെങ്കിലും വൈജയന്തിയെ തപ്പിയെടുക്കുക തന്നെ ചെയ്തേനം. പക്ഷെ ഇതിനിടയ്ക്ക് ശരിക്കും കിടന്ന് കളിച്ചെന്ന് പറഞ്ഞാൽ ഗംഗാധരനൊക്കെയാണ്. അവർക്കുണ്ടായ അപമാനം മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വൈജയന്തി അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയതും അവിടെ രാവണിമേനന്റെ അടുത്ത് കൊണ്ടുപോയി പാർപ്പിച്ച് അവിടെ വെച്ച് വൈജയന്തി പ്രസവിച്ചു. ആ കുഞ്ഞിനെ അപ്പം തന്നെ കുഞ്ഞിരാമമേനോ നേരെ കൊണ്ടുപോയി ബ്രിജിത്ത് അമ്മമ്മയെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്തത്. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊന്നും സ്റ്റാൻലി അറിയാതെയും പോയത്. അപ്പോൾ ഇതിന്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.